JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ LGS, കേരള ബാങ്ക് OA, ഹൈക്കോർട്ട് OA ഇങ്ങനെയുള്ള PSC സംബന്ധമായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ LD ക്ലർക്കിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇതിനെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തു ആണ് മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത്. 2024 ജനുവരിയില് 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം. 2024 ജനുവരിയില് 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? DRDO ആണ് 2024 ജനുവരിയില് 66ാമത് വാർഷിക ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം DRDO. അടുത്ത ക്വസ്റ്റ്യൻ. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? പുനീത് ചത്വാൾ ആണ് അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി ഗാന്ധിനഗറാണ്. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. അടുത്ത ക്വസ്റ്റ്യൻ. കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ജിതേഷിയാണ് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. അടുത്ത ക്വസ്റ്റ്യൻ. മൗണ്ട് ലെവോട്ടോബി ലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം. മൗണ്ട് ലെവോട്ടോബി ലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം. ഏതാണ്? 525. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റില് ഒരു കലണ്ടർ വർഷത്തില് 100 സിക്സറുകൾ നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റില് ഒരു കലണ്ടർ വർഷത്തില് 100 സിക്സറുകൾ നേടിയ ആദ്യ താരം ആരാണ്? മുഹമ്മദ് വാസിമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു കലണ്ടർ വർഷത്തില് 100 സിക്സറുകൾ നേടിയ ആദ്യ താരം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഈ സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ. അടുത്ത ക്വസ്റ്റ്യൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കള്
കണ്ണൂരാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ. UAE-യുടെ യുവജന മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുൽത്താൻ അൽ നെയ്ദിയാണ് UAE-യുടെ യുവജന മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയൽ അറ്റാൽ ആണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MD വാസുദേവൻ നായരാണ് MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദാണ് വിങ്സ് ഇന്ത്യ 2024 വേദി. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. അടുത്ത ക്വസ്റ്റ്യൻ. കാർഗിൽ എയർ സ്ട്രിപ്പില് നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് C-130J സൂപ്പർ ഹെർക്കുലീസ്. കാർഗിൽ എയർ സ്ട്രിപ്പില് നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ഏതാണ്? C-130J സൂപ്പർ ഹെർക്കുലീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പുനലൂർ സോമരാജൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പുനലൂർ സോമരാജൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ നായ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം. നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023 ആണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയില് ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിലെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാകുളത്താണ്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ് 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി.
ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അംഗഭാഷ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രാപ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ ആരാണ്? പങ്കജ് ത്രിപാഠിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇക്വഡോർ ആണ് ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? യോഷിമി യമഷിതയാണ് AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാണ്? 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി കുമാരനാശാനാണ് 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി. അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരില് വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലില് എത്തിയ ഇന്ത്യൻ സഖ്യം. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം ഏതാണ്? സാത്വിക് സായ്രാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. കുച്ച് ബെഹാർ ട്രോഫി ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം. കുച്ച് ബെഹാർ ട്രോഫി ഫൈനലില് 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം പ്രഖർ ചതുർവേദിയാണ് കുച്ച് ബെഹാർ ട്രോഫി ഫൈനലില് 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത്. മധ്യപ്രദേശാണ് പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH66 മുംബൈ ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. NH66 മുംബൈ ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ ഏതാണ്? INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത്. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് കുർജ, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് കുർജ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമോങ് ഏഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, നാഗപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം. അടുത്ത ക്വസ്റ്റ്യൻ. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത്. ആരാണ്? റാഫേൽ നദാൽ ആണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത്. അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ്
ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക്ക് ആരംഭിച്ചത്? അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക്ക് ആരംഭിച്ചത് ഉദംപൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രാൻഡ് ഫിനാൻസിന്റെ IT സർവീസ് റാങ്കിംഗ് 2024 ഒന്നാം സ്ഥാനത്തുള്ളത്? ബ്രാൻഡ് ഫിനാൻസിന്റെ IT സർവീസ് റാങ്കിങ് 2024 ഒന്നാം സ്ഥാനത്തുള്ളത് ആരൊക്കെയാണ്? അൻച്വർ, രണ്ടാം സ്ഥാനം TCS, മൂന്നാം സ്ഥാനം ഇൻഫോസിസ്. ബ്രാൻഡ് ഫിനാൻസിന്റെ IT സർവീസ് റാങ്കിങ് 2024 ഒന്നാം സ്ഥാനത്തുള്ള അൻച്വർ, രണ്ടാം സ്ഥാനം TCS, മൂന്നാം സ്ഥാനം ഇൻഫോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ്? 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായ റയൽ മാഡ്രിഡ് FC ആണ് 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത്. അടുത്ത ക്വസ്റ്റ്യൻ. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന്റെ വേദി? 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി അരുണാചൽ പ്രദേശ് ആണ് 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ. 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്? 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്? ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം? ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. അമേരിക്കയാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിലെ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം? 2024 ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസില് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? രവികുമാർ ദഹിയയാണ് 2024 ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസില് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം രവികുമാർ ദഹിയ. അടുത്ത ക്വസ്റ്റ്യൻ. ആയുഷ് ദീക്ഷ സെന്ററിന് തറക്കല്ലിട്ടത്? ഭുവനേശ്വർ. ആയുഷ് ദീക്ഷ സെന്ററിന് തറക്കല്ലിട്ടത് ഭുവനേശ്വർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ് 2023 സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം? ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് 2023 സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം റോഷ്ബിനി ദേവിയാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് 2023 സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം റോഷ്ബിൻ ദേവി. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തർപ്രദേശില് ഗൗരവ് സമ്മാൻ 2024 അർഹത നേടിയവര്? ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ 2024 അർഹത നേടിയവര് ആരാണ്? ഋതു കരിദാൽ ശ്രീവാസ്തവ, നവീൻ തിവാരി. ഋതു കരിദാൽ ശ്രീവാസ്തവ, നവീൻ തിവാരി എന്നിവരാണ് ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ 2024 അർഹത നേടിയവർ. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി? രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാൽ. രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാൽ ആണ് രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAI യുടെ പുതിയ ചെയർമാൻ? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAI യുടെ പുതിയ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ? 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വരയാണ് 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ. അടുത്ത ക്വസ്റ്റ്യൻ. സൊമാലിയൻ കുടൽക്കൊള്ളക്കാർ
റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ. സൊമാലിയൻ കുടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. INS സുമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷീൻ ഈഷി. ഷീൻ ഈഷി. അടുത്ത ക്വസ്റ്റ്യൻ. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.